ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കണോമി എന്ന് പറഞ്ഞ നാലാമത്തെ നമ്മുടെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്താണ്, എക്കണോമി എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഫസ്റ്റായിട്ട് വാട്ട് ആർ ദ നീഡ്സ്, എന്താണ് നീഡ്സ് എന്ന് പഠിക്കാം. നീഡ്സ് എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നീഡ്സ് ആർ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് എസെൻഷ്യൽ for human survival and well-being. These are things that people must have to live a healthy and secure life. അല്ലേ, മനുഷ്യനെ സെക്യൂർ ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, നമ്മുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെയാണ്, ബേസിക് റിക്വയർമെൻറ്റ്സിനെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയാം. അപ്പം നീഡ്സിനെ നമുക്ക് 2 types ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ബേസിക് നീഡ്സ് ആൻഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ്. ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, നമുക്ക് ബേസിക് ആയിട്ടുള്ള, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയുക. ഗ്രാറ്റിഫൈങ് നീഡ്സ് ദാറ്റ് വിച്ച് മീൻസ് ലക്ഷറി കാർസ്, കോസ്റ്റ്ലി ഡ്രസ്സസ്, എക്സ്പെൻസീവ് ജ്വല്ലറി, ഇതുപോലെയുള്ള നമുക്ക് ലക്ഷറി ആയിട്ടുള്ള, നമുക്കിതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെയുള്ള നീഡ്സിനെയാണ് നമ്മൾ ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ദാറ്റ് എ കൺട്രി ഫേസസ് in relation to the production process of goods and services. ഒരു കൺട്രി ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട പ്രോബ്ലംസിനെയാണ് നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു പുതിയ പ്രിൻസിപ്പൾ വരികയാണ്. പുതിയ പ്രിൻസിപ്പൾ വന്ന സമയത്ത് സ്കൂളിൽ പൊതുവെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികളും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അല്ലേ. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പുതിയ ഒരു പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അവിടെ കുറച്ച് സ്ഥലവും കാര്യമൊക്കെ പ്രിൻസിപ്പൾ കണ്ട സമയത്ത് പ്രിൻസിപ്പൾ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചെറിയൊരു മീറ്റിംഗ് നടത്തിയിട്ട് ചോദിച്ചു, നമുക്കൊരു കൃഷി ചെയ്താലോ, നമുക്ക് എന്തായാലും ഉച്ചഭക്ഷണത്തിനുള്ള ഫുഡ് വാങ്ങിക്കണം, അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടുന്ന് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ മക്കളൊക്കെ ഓക്കെ പറഞ്ഞു. എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പോൾ അവർ എല്ലാവരും ഓക്കെ ആയപ്പോൾ അവർക്ക് 3 ചോദ്യങ്ങളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അവർക്ക് കൃഷി ഉണ്ടാക്കാമെന്ന് അവർ ഓക്കെയാണ്, പക്ഷേ എന്ത് കൃഷിയാണ് ഉണ്ടാക്കുക. വാട്ട് ടു പ്രൊഡ്യൂസ്, കാരണം അവരുടെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ, കുറഞ്ഞ സമയമേ ഉള്ളൂ, അതുപോലെ തന്നെ കുറഞ്ഞ ലാൻഡേ ഉള്ളൂ, ഇതൊക്കെ അവരുടെ റിസോഴ്സുകളാണ്, കുറഞ്ഞ വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, വാട്ട് ടു പ്രൊഡ്യൂസ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്. അപ്പോൾ അവരതിനൊരു ആൻസർ കണ്ടെത്തി, ചീര കൃഷി ചെയ്യാം. അവർ ഒരുപാട് കൃഷി സജസ്റ്റ് ചെയ്തു. അവസാനം അറ്റ് ലാസ്റ്റ് ചീരകൃഷിയിലാണ് അവർ ഉറപ്പിച്ചത്. കാരണം ചീരകൃഷി ആകുമ്പോൾ കുറച്ച് വെള്ളം മതി, പിന്നെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റും, അപ്പോൾ അവർക്ക് ആവശ്യമായ കൃഷി ലഭിക്കും. അങ്ങനെ അവരത് തീരുമാനിച്ചു. നെക്സ്റ്റ് അവരുടെ സെക്കൻഡ് പ്രോബ്ലം ആയിരുന്നു ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് ക്യാപിറ്റലൊന്നും ഇല്ല, അവരുള്ളത് വെച്ച് ചെയ്യണം. അപ്പോൾ അവരെന്നെ എന്ത് ചെയ്യാം, കൈകൊണ്ട് അവർ പണിയെടുക്കുക, അവരുടെ മക്കളെല്ലാവരും ഒരുമിച്ച്, സാറും മക്കളും ഒരുമിച്ച് പണിയെടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ അതിനും സൊല്യൂഷൻ കണ്ടെത്തി. തേർഡ് പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നായിരുന്നു. ആർക്ക് വേണ്ടി, അതായത് ഫസ്റ്റ് അവർ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ബാക്കി വരുന്നത് കടകളിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് അവരുടെ ഫണ്ടിലേക്ക് എടുക്കാം എന്നും തീരുമാനിച്ചു. അങ്ങനെ അവർ 3 എക്കണോമിക് പ്രോബ്ലത്തിനും എന്ത് ചെയ്തു, ആൻസർ കണ്ടെത്തി. അപ്പോൾ ഇത് അവരുടെ പ്രോബ്ലം മാത്രമല്ല, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, ഒരു കൺട്രി ലെവലിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് 3 എക്കണോമിക് ബേസിക് ആയിട്ടുള്ള 3 എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓരോ പ്രോബ്ലവും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ each country must decide what to produce based on the available resource. അവൈലബിൾ ആയിട്ടില്ല അല്ലേ, നമ്മൾ നേരത്തെ അവരുടെ
നമ്മുടെ അധ്യാപകരും കുട്ടികളും എന്ത് ചെയ്തു, അവരുടെ അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടെത്തി. അതുപോലെ ഓരോ കൺട്രിയും അവരുടെ റിസോഴ്സ്, കൺട്രിയുടെ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ, വെള്ളം ആയിക്കോട്ടെ, അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ആയിക്കോട്ടെ, പിന്നെ അവരുടെ കയ്യിലുള്ള ഭൂമി, അതൊക്കെ നോക്കിയിട്ട് അവരുടെ ലിമിറ്റഡ് റിസോഴ്സ് നോക്കിയിട്ട് വേണം അവർ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മസ്റ്റ് ഡിസൈഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ എത്ര വേണം, അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയല്ലോ, അതിനനുസരിച്ച് റിസോഴ്സ് ചിലവാക്കിയാൽ മതി. എ കൺട്രി നീഡ്സ് ടു പ്രൊഡ്യൂസ് മെനി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓരോ കൺട്രിക്കും ഒരുപാട് ഗുഡ്സും സർവീസസും ആവശ്യമാണ്, കാരണം കുറേ ജനങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഗുഡ്സും സർവീസസുകളും സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിരിക്കും. If it produces more of one item, it will have to use fewer resources for other items. അതായത് നമ്മൾ ഒരു ഐറ്റം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ബാക്കിയുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് നമുക്ക് അവിടെ കുറയും, സ്വാഭാവികമാണ് അല്ലേ. ദിസ് ഈസ് ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. കാരണം നമ്മുടെ റിസോഴ്സ്, നമ്മുടെ വാട്ടർ, നമ്മുടെ പിന്നെ ലാൻഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ അതിന് തന്നിട്ടുണ്ട്. എ കൺട്രി ഫേസിങ് ഫുഡ് ഷോർട്ടേജ് വിൽ ഹാവ് ടു ഡിവോട്ട് എ ഗ്രേറ്റർ ഷെയർ ഓഫ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അതായത് ഒരു കൺട്രി, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം, ഇന്ത്യയിൽ കുറേ ആളുകൾ ഫുഡിന് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള അല്ലേ മറ്റുള്ള പ്രൊഡക്ഷനൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അവിടെ ഫുഡിനായിരിക്കും കൂടുതൽ അവരുടെ പൈസയും ക്യാപിറ്റലും സമയമൊക്കെ ചിലവഴിക്കേണ്ടി വരിക. അപ്പോൾ ആ ഒരു റിസോഴ്സ് അവരവിടെ അതിന് കൂടുതൽ ചിലവഴിക്കേണ്ടി വരും. മറ്റുള്ള ആണവായുധങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ അവർ കുറഞ്ഞ റിസോഴ്സസ് അവർക്ക് പിന്നെ ചിലവാക്കാൻ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് എന്താണ് നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഹൗ ടു പ്രൊഡ്യൂസിലെ ഹൗ ഷുഡ് പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ് അല്ലേ. നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട് ലാബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ലാബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, പേര് പോലെ തന്നെ ലാബേഴ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന നമ്മുടെ കൈത്തൊഴിൽ വെച്ചിട്ട് അല്ലേ. ഇവിടെ ചപ്പാത്തി മേക്ക് ചെയ്യുന്നതാണ് കാണുന്നത്, ആളുകൾ പണിയെടുത്ത് ചെയ്യുന്നതാണ്, അതാണ് ലാബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് മീൻസ് ദാറ്റ് ഇത് കണ്ടോ, ഇവിടെ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ മെഷീൻസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ പണം വേണം അല്ലേ, ക്യാപിറ്റൽ വേണം. അപ്പോൾ ക്യാപിറ്റൽ വെച്ചിട്ട് പണിയെടുക്കുന്നതിനാണ്, ക്യാപിറ്റൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയണേ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ മെഷീൻസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക, അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണം. മറ്റടുത്ത് അത്ര ക്യാപിറ്റൽ വേണ്ടി വരില്ലല്ലോ തൊഴിലാളികളെ വെച്ച് പണിയെടുക്കാൻ. അപ്പം 2 ടൈപ്സ് ഓഫ് ടെക്നിക്സ് ആണുള്ളത്. അപ്പോൾ ലാബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മോർ ലാബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ലാബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രൊഡക്ഷൻ ഇൻവോൾവിങ് മോർ ലാബേഴ്സ് വേണ്ടി വരും, കൂടുതൽ തൊഴിലാളികൾ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ രീതിയാണ് അല്ലേ. പിന്നെ ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ, കുറച്ച് ക്യാപിറ്റൽ മതി. മറ്റേ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൻ്റെ അത്ര മെഷീൻസ് ഒന്നും വാങ്ങാത്തതുകൊണ്ട് തന്നെ അത്ര ക്യാപിറ്റൽ വേണ്ട. ഈ പ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് റിക്വയർസ് മോർ ടൈം, പക്ഷേ ജനങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്, എക്കോ ഫ്രണ്ട്ലിയാണ്, മെഷീൻസ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ആയിട്ട് സ്മോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡാണ്. ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി, ഇവിടെ ടെക്നോളജീൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയണം. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് വൺ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലാബർ ഈസ് കോൾഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അതായത് കുറഞ്ഞ ലാബേഴ്സും അതുപോലെ തന്നെ കൂടുതൽ ക്യാപിറ്റൽ, അത് മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷനെയാണ് നമ്മളെന്ത് പറയണത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ലെസ് ഡിമാൻഡ് ഫോർ ലാബേഴ്സ്, കുറഞ്ഞ ലാബേഴ്സ് മതിയാവും, കാരണം ആ മെഷീൻസൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറഞ്ഞ തൊഴിലാളികൾ മതിയാവും. യൂട്ടിലൈസസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പക്ഷേ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ, ചിലവഴിക്കേണ്ടി വരും. മെഷീൻസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തുക വേണ്ടി വരും. എൻഷുവർ പ്രൊഡക്ടിവിറ്റി, പക്ഷേ നല്ല പ്രൊഡക്ടിവിറ്റി ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ചപ്പാത്തി തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒരേ വലുപ്പത്തിൽ
ഒരുപാട് നല്ല വൃത്തിക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി വളരെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉറപ്പിച്ച് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഡിപ്പെൻസ് മോർ ഓൺ ടെക്നോളജി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്വാഭാവികമാണ് അല്ലേ, ടെക്നോളജി യൂസ് ചെയ്തിട്ടാണല്ലോ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ലെസ് ടൈം ഫോർ പ്രൊഡക്ഷൻ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാരണം മെഷീൻസ് യൂസ് ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പോലെയല്ല, കുറേ സാധനങ്ങൾ ഒറ്റ ടൈം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇനി നമ്മുടെ തേർഡ് പ്രോബ്ലം ആയിട്ടുള്ള ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നതാണ് അടുത്ത പ്രോബ്ലം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് മീൻസ് ഡിസൈഡിങ് ഹൂ ഗെറ്റ്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ സർവീസും ഗുഡ്സും ഒക്കെ ആർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ മെയ്ഡ് യൂസിങ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലേ. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സാധനങ്ങളൊക്കെ ഈ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഷെയർഡ് ആസ്, അതായത് നമ്മൾ ലാൻഡിന് ഒരു വാല്യൂ കൊടുക്കണം. നമ്മുടെ ഈ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇവർക്കൊക്കെ കൊടുക്കണം അല്ലേ. അതായത് ലാൻഡിന് കൊടുക്കണം. ലാൻഡ് നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് റെൻറ്റിന് എടുത്താണെങ്കിൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം അല്ലേ. കൃഷി ചെയ്യാനൊക്കെ ഇപ്പം ഭൂമി റെൻറ്റിന് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. പിന്നെ അവിടെ പണിയെടുക്കുന്ന ലേബേഴ്സിന് വേജസ് ആയിട്ട് തൊഴിലിന് കൂലി കൊടുക്കണം, വേജ് കൊടുക്കണം. ക്യാപിറ്റൽ ടു ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ എത്രയാണോ അവിടെ ഇപ്പോൾ ഒരു കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കി അതിനുള്ള ഒരു ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ട് അതിൻ്റെ വേതനം കിട്ടണം. ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുക പ്രതിഫലം. പിന്നെ ഓർഗനൈസേഷൻ, അവിടെ പണിയെടുക്കുന്ന സംഘാടനം ചെയ്യിപ്പിക്കുന്ന ആൾക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടാണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടിയെങ്കിലാണ് നമ്മൾക്കൊരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ കൊടുക്കാനുള്ള ഒരു ക്യാഷ് ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടണം. ദാറ്റ് മീൻസ് ഹൗ ഇൻകം ഫ്രം പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻകം എങ്ങനെ വരുന്നു എന്നുള്ളത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നത് കൂടെ എന്താണ് ഇമ്പോർട്ടൻ്റ്. ഇൻകം എങ്ങനെ വരുന്നു എന്ന് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ എങ്ങനെ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതും കൂടെ, ആ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആരിലേക്കൊക്കെ എത്തിക്കുന്നു എന്നതും കൂടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എല്ലാവർക്കും വേണ്ട രീതിയിൽ ഇത് കിട്ടിയെങ്കിൽ മാത്രമാണ് ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാവാം. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ലാൻഡിന് എന്താണ്, റെൻ്റാണ്, ലേബറിന് വേജ് ആയിട്ടാണ് പ്രതിഫലം കിട്ടുക. പിന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ടാണ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആയിട്ടാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വാട്ട് ഈസ് എക്കണോമി. നമ്മൾ ഫസ്റ്റ് തന്നെ എക്കണോമിക് പ്രോബ്ലം ആൻഡ് എക്കണോമി എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡ്ലൈൻ. അപ്പോൾ എക്കണോമി എന്താണെന്ന് നോക്കാം. എക്കണോമി മീൻസ് an economy is the way a country organizes the production, distribution and consumption of various goods and services അല്ലേ. വാരിയസ് ഗുഡ്സിൻ്റെയും സർവീസസും എങ്ങനെ കൺസപ്ഷൻ ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കൺട്രി തീരുമാനിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയാം, എക്കണോമി എന്ന് പറയാം. അപ്പോൾ എക്കണോമി ഹാവ് സം ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമി ഈസ് മാൻ മെയ്ഡ്. എക്കണോമി എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ആണ് അല്ലേ. മനുഷ്യന്മാർ തീരുമാനിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ എക്കണോമി ആവണമെന്ന്. എക്കണോമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. അത് ചേഞ്ച് ആവാം. മനുഷ്യന്മാർ തീരുമാനിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ, അത് മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ആവാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി കീപ് ചേഞ്ചിങ്. എക്കണോമിക് ആക്ടിവിറ്റികളെല്ലാം ചേഞ്ച് ആവാം. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഇൻ എക്കണോമി. എക്കണോമിയിലുള്ള മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ ഇവയാണ്.